ഇന്ന് കുറച്ച് ടിപ്പുകളായാലോ? അപ്പോൾ എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ അരി സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഒരു ഉണങ്ങിയ കറുവേല ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പ്രാണികളൊന്നും കയറാതെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കടലയിലും പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണക്കമുളക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. 1-2 എണ്ണം നമുക്ക് അതിലിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രാണികളൊന്നും കയറാതിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ പരിപ്പിൻ്റെ പാത്രങ്ങളിലും വൻപയർ, ചെറുപയർ അങ്ങനെയുള്ള നമ്മുടെ എല്ലാ ഐറ്റംസിലും ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് നോക്കണേ. അടുത്തതായിട്ട് നമ്മുടെ നാരങ്ങ സൂക്ഷിക്കാനുള്ള ടിപ്പാണ്. നമ്മുടെ നാരങ്ങ കുറേ ദിവസം ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമുക്കൊരു കണ്ടെയ്നറിലാക്കി ഒന്ന് അടച്ച് സൂക്ഷിക്കാം. നമ്മളിങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ ഈ പേപ്പറൊന്ന് നനവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പറൊന്ന് മാറി പുതിയ പേപ്പറുകളിൽ ഒന്നുകൂടെ ഒന്ന് പൊതിഞ്ഞ് വെക്കണം. എന്നാലേ അത് നമുക്ക് നല്ല നീറ്റായിട്ട് കുറേ ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് ബോക്സിലാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇഞ്ചി എളുപ്പം നിന്ന് തൊലി കളയാനുള്ള ഒരു ടിപ്പ് പറയാം. അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഇതുപോലെ നമ്മൾ സ്പൂൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചില സമയത്ത് പിച്ചാത്തി വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ടങ്ങ് പോകൂലേ. നമ്മൾ സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ ഒത്തിരി പോകത്തില്ല. ഇതുപോലെ ഒന്ന് അതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അടുത്തതായിട്ട് നമ്മുടെ പപ്പടം സ്റ്റോർ ചെയ്യാനുള്ള, നമ്മൾ പൊട്ടിച്ചതിന് ശേഷം പപ്പടം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതുപോലെ 3-4 ഉലുവയൊന്ന് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. കേടാകാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളത്. ആവശ്യത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തെടുക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ മുളക് പൊടി സൂക്ഷിക്കുമ്പോൾ ഒരു ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ടയൊന്നും പിടിക്കാതെ ഇരിക്കും. ഇനി നമ്മുടെ പാല് തിളപ്പിക്കുന്നതാണ്. പാല് തിളപ്പിച്ച് പെട്ടെന്ന് ചിലപ്പോൾ നമ്മളൊന്ന് എന്തെങ്കിലും ഒരു ഗ്ലാസ് എന്തെങ്കിലും എടുക്കുന്ന സമയത്തേക്ക് പാല് തിളച്ച് താഴെ പോകില്ലേ. അപ്പോൾ അതിനും പകരം നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്പൂണോ ഒന്ന് കവർ ചെയ്ത് അതിൻ്റെ ടോപ്പിലൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു നമ്മുടെ മരത്തിൻ്റെ ഒരു സ്പൂണാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് തിളച്ചാലും അത് തൂവി പോകില്ല കേട്ടോ. ഇതിലേക്ക് ഒരു സ്പൂൺ ഇങ്ങനെ ഇട്ട് വെച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുകളിലായിട്ട് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ ഗോതമ്പൊടിയൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിലും ഇതുപോലെ തന്നെ ഉള്ള ഒരു ഉണങ്ങിയ കറുവേല ഇട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ സവാള എങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കാം എന്നാണ്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് പേപ്പർ ചുരുട്ടി അതിൻ്റെ ഇടയിലൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സവാള നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കിളുത്തൊന്നും പോകില്ല കേട്ടോ. വായുസഞ്ചാരമുള്ള ഇതുപോലെയുള്ള പാത്രത്തിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യരുത്. അടുത്തതായിട്ട് നമ്മൾ ക്യാബേജൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ക്ലിങ് ഫിലിം ഇട്ട് റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ക്ലിങ് ഫിലിം ഇട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ക്യാബേജ് അരിഞ്ഞതിന് ശേഷം നമ്മുടെ കൈകളിൽ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ ഒരു ലേശം നാരങ്ങാനീരോ ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മണമൊന്നും ഉണ്ടാവില്ലേ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ കാപ്പിപ്പൊടി എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നാണ്. നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ചിലപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ മണമൊക്കെ പോകാറുണ്ട് അല്ലേ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ക്ലിങ് ഫിലിം ഇട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മണമൊന്നും പോകാതെ നല്ല അടിപൊളി കാപ്പി കുടിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഉപ്പാണ്. ഉപ്പ് കട്ട പിടിച്ച് പോകാതിരിക്കാനുള്ള കുഞ്ഞു ടിപ്പാട്ടോ പറയുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്കിപ്പോൾ ഉള്ളത് അരിമണി ആയതുകൊണ്ട് ഞാൻ അരിമണി ഇട്ട് സൂക്ഷിക്കുന്നുണ്ട്. ചിരട്ട കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് സൂക്ഷിച്ചാലും ഈർപ്പമൊന്നും ഉണ്ടാവാതെ ഇരിക്കും കേട്ടോ. നമുക്കിനി അടുത്തതായിട്ട് നോക്കേണ്ടത് നമ്മുടെ പഞ്ചസാര എങ്ങനെ സൂക്ഷിക്കാം എന്നാണ്. അതിൽ ഒരു ഏലക്ക ചതച്ചത് ഒന്ന് ഇട്ട് വെച്ചാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കറുവപ്പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതും ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു കാര്യമുണ്ട്. 2 കഷ്ണം ഗ്രാമ്പൂ ഇട്ട് സൂക്ഷിച്ചാലും ഉറുമ്പൊന്നും കയറാതെ അടിപൊളിയായിട്ട് ഇരിക്കും.
ഇനി അടുത്തതായിട്ട് മുരിങ്ങയിലയാണ്. നമുക്ക് മുരിങ്ങയിലയൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ മടിയുള്ളവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാതെ പോരുതേ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ സ്ട്രെയിനർ പാത്രങ്ങളുണ്ടല്ലോ, ഇതിപ്പോൾ എൻ്റെ സ്റ്റീമറാട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇലയൊന്ന് വെച്ചിട്ട് ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പരിപാടി കഴിയും. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ കയ്യിലേക്കൊക്കെ കൊടുത്താലും അവരാണെന്നുണ്ടെങ്കിലും എളുപ്പം തന്നെ നമ്മളെ സഹായിക്കും കേട്ടോ ഈ കാര്യം ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമ്മുടെ ഉണക്കമുളക് സൂക്ഷിക്കാനുള്ള ടിപ്പ് പറയാം. ഇതുപോലെയുള്ള കവറിലാക്കി നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. ഞാനിങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, നല്ല ഫ്രഷായിട്ടിരിക്കും. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മുടെ പുളി സൂക്ഷിക്കുന്ന പാത്രത്തിൽ ലേശം ഇതുപോലെ നമ്മുടെ കായപ്പൊടിയൊന്ന് ഒരു പേപ്പറിലാക്കി മടക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ പുളി സൂക്ഷിക്കുന്ന പാട്ടയിൽ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രാണിയൊന്നും കയറില്ല കേട്ടോ. ഇത് നമ്മുടെ കുടംപുളി സൂക്ഷിക്കുന്ന പാത്രത്തിലും ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചാലും കയറത്തില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ പച്ചമുളക് സൂക്ഷിക്കാനുള്ള ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് പച്ചമുളക് ആദ്യം ഈ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. ഒട്ടും നനവുണ്ടാവില്ല. നനവോടുകൂടി വെച്ച് കഴിഞ്ഞാൽ കേടായിപ്പോവും. എന്നിട്ട് ഇതുപോലെയുള്ള ബോക്സിലാക്കി നമുക്ക് ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് ഇരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ കറിവേപ്പിലയാണ്. അതും ഇതുപോലെ തന്നെ നനവൊന്നുമില്ലാതെ ആദ്യം തുടച്ചെടുക്കണം. ക്ലീൻ ചെയ്തിട്ട് ഒരു ബോക്സ് എടുക്കാം, അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയെന്ന് ഇട്ടിട്ട് കറിവേപ്പില വെക്കുമ്പോൾ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫ്രഷായിട്ടിരിക്കും. 2 ദിവസം കൂടുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറിക്കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് എളുപ്പം ജോലിയൊക്കെ തീർക്കാനായിട്ട് കുറച്ച് കട്ട് ചെയ്ത് സൂക്ഷിക്കുന്ന മെത്തേഡ് കാണിച്ചു തരട്ടെ. അതിനായിട്ട് നമ്മുടെ പയറൊക്കെ ഒന്ന് ഇപ്പോൾ പയറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് എന്താണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തുടച്ചെടുക്കണം. അത് ഏത് പച്ചക്കറി ആണെങ്കിലും കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെക്കാം. അതിന് മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അടച്ച് സൂക്ഷിക്കാം കേട്ടോ. ഇനി നമ്മുടെ തക്കാളി സൂക്ഷിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണേ. എളുപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന മെത്തേഡാണ്. നമുക്കൊരു നുള്ള വെളിച്ചെണ്ണ ഈ പോർഷനിലൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തക്കാളി കുട്ടപ്പനെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നോക്കൂ കേട്ടോ. ഫ്രഷായിട്ടിരിക്കുവേ. ഇതുപോലെ തന്നെ നമ്മുടെ കത്രിക്കയിൽ നനവൊന്നുമില്ലാതെ തുടച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെയുള്ള ഒരു ചെറിയ കവറിലാക്കി നല്ലപോലെ ഒന്ന് എയർ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. നനവുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും കവറൊന്ന് മാറിക്കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെയാണ് നമുക്ക് വെണ്ടയ്ക്കയും സൂക്ഷിക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ ഏത് സൈസിലാണോ പച്ചക്കറി കട്ട് ചെയ്ത് വെക്കേണ്ടത് ആ സൈസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു നോർമൽ സൈസിൽ കാണിക്കുന്നേ ഉള്ളൂ. ഇതുപോലെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒന്നൂറ് ഓർമ്മിപ്പിക്കുവാണേ, ഒരിക്കലും പച്ചക്കറിയിൽ നനവോടുകൂടി വെക്കരുത്, ചീത്തയായിപ്പോവും. അതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. മെഴുക്കുവരട്ടിക്കോ തോരനോ ഒക്കെ പറ്റിയ പരുവത്തിന് കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലെ തന്നെ വെക്കാം. പിറ്റേ ദിവസത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറൊന്നും വെക്കണ്ട കേട്ടോ. കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കവറിൽ വെള്ളം ഒന്നും ഇല്ലാതെ തുടച്ചെടുത്തതിന് ശേഷം പാക്ക് ചെയ്ത് സൂക്ഷിച്ചാലും ഫ്രഷായിട്ടിരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ആട്ടോ നമ്മുടെ പച്ചക്കറികൾ കട്ട് ചെയ്തൊക്കെ സൂക്ഷിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ എങ്ങനെ സൂക്ഷിക്കാം നോക്കാം. എളുപ്പം എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡൊക്കെ തന്നെയാണ് ഞാനും ചെയ്യാറുള്ളത് കേട്ടോ. നമ്മളൊക്കെ പണ്ട് മുതലേ കണ്ടുവരുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുണ്ടാവും നമ്മുടെ അമ്മമാരും ഒക്കെ കാണിച്ചു തന്നിരിക്കുന്നത്. ആ സെയിം മെത്തേഡൊക്കെ തന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഒന്നെങ്കിൽ ഞാൻ നമ്മുടെ കുരുമുളക് ഇട്ട് സൂക്ഷിക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ 1-2 കല്ലുപ്പ് ഇട്ട് വെച്ചാലും മതി കേട്ടോ. ഫ്രഷായിട്ടിരിക്കുവേ. ഇനി നമ്മുടെ തേങ്ങയൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഒരുമിച്ച് സ്ക്രാപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് വെക്കുമ്പോൾ ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. ആവശ്യത്തിനനുസരിച്ച് എടുത്തുപയോഗിക്കുക കേട്ടോ. നമ്മുടെ അരി സൂക്ഷിക്കുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു. ഇത് നമ്മുടെ ഏത് ടൈപ്പ് അരിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറുവേലയോ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയോ ഇട്ട് കൊടുക്കുക കേട്ടോ.
അഥവാ അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 2 ഉണക്കമുളക് ഇട്ട് സൂക്ഷിച്ചാലും മതിയേ. അടുത്തതായിട്ട് നമ്മുടെ സവാളയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണെരിയാറുണ്ടല്ലേ, അപ്പോൾ അതിനായിട്ട് നമ്മുടെ സവാളയൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഐസ് വാട്ടറിലൊന്ന് വെച്ച് നോക്കിക്കേ. പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണുനീര് കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫുള്ളായിട്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്നല്ലേ നമ്മൾ എടുക്കുന്നത്. ഇനി വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. നമ്മൾ കട്ടിംഗ് ബോർഡിലേക്ക് ഒരു നനഞ്ഞ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നല്ല പോലെ വെള്ളം നനച്ചിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണുനീരൊന്നും വരാതെ കരയാതെ നമ്മുടെ സവാള കട്ട് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളിക്കും ഈ മെത്തേഡ് തന്നെ ചെയ്യാം കേട്ടോ. ഉള്ളിയൊക്കെ എടുത്തതിന് ശേഷം ആ മണം കയ്യൊന്ന് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ലേശം കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമിയതിന് ശേഷം കൈ ഒന്ന് കഴുകിയാൽ മതി, പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈന്തപ്പഴമൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടോ? ഒരു കൺഫ്യൂഷനും വേണ്ട. ഇതുപോലെയുള്ളൊരു കണ്ടെയ്നറിലാക്കി അടച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിച്ച് നോക്കിക്കോ, നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത വെള്ളരിക്കയൊക്കെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ സൂക്ഷിക്കാം നോക്കണ്ടേ. ഒരു ചെറിയ അലുമിനിയം ഫോയിൽ ഇതുപോലെയൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, അത് വാടിയൊന്നും പോകില്ല. അടുത്തത് ചേനയാണേ. നമ്മൾ ചേനയൊക്കെ എടുക്കുന്ന സമയത്ത് കൈ ചൊറിയാറുണ്ടോ? അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലേശം വെളിച്ചെണ്ണയൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ചേനയും ചേമ്പൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്ത് നോക്കിക്കേ. അടുത്തതായിട്ട് നമ്മുടെ ചെറുപയർ തലേദിവസം വെള്ളത്തിലിടാൻ മറന്നുപോയാൽ പെട്ടെന്നൊരു ചൂടുവെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വെച്ചാൽ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും കേട്ടോ. കാസറോളിലാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കിട്ടും. എങ്ങനെയാണെങ്കിലും ഒരു അരമണിക്കൂർ മതി കേട്ടോ. ആ സെയിം മെത്തേഡ് തന്നെ നമുക്ക് നമ്മുടെ കടലയിലും പ്രയോഗിക്കാവുന്നതാണ്. മറന്നുപോയാൽ രാവിലെ നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കും കേട്ടോ. കത്തിരിക്കും വഴുതനങ്ങയൊക്കെ അരിയുന്ന സമയത്ത് തന്നെ നമുക്ക് ഒന്ന് വെള്ളത്തിലേക്കിട്ട് അരിയുന്ന കൂട്ടത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കളറ് മാറി പോകാതിരിക്കും കേട്ടോ. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവേ. അടുത്തതായിട്ട് നമ്മുടെ പഴം എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കാം. അത് ഇങ്ങനെ പടല ഫുള്ളായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഓരോന്നായിട്ട് മാറ്റി മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. എന്നിട്ട് ഈ പോർഷനിൽ ഇതുപോലെ ഒന്ന് അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടിരിക്കും, അധികം പഴുത്ത് പോകത്തില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ കപ്പലണ്ടി സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് അരിയും 2 ഗ്രാമ്പും കൂടി ഒന്ന് വെച്ചിട്ട് നമ്മുടെ കപ്പലണ്ടി പാത്രത്തിലൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രാണിയൊന്നും കയറാതിരിക്കും കേട്ടോ. ഇത് തന്നെ നമുക്ക് നമ്മുടെ ബദാം സൂക്ഷിക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് സൂക്ഷിക്കുന്നതിലൊക്കെ ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ അരി മാത്രമായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം, അത് ഈർപ്പമൊന്നും ഇല്ലാതിരിക്കും. 2 ഗ്രാമ്പും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രാണികളൊന്നും ഒട്ടുമേ കയറില്ല കേട്ടോ. മാസത്തിലൊരിക്കൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അടുത്തതായിട്ട് കാണിച്ചത് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജ് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ പച്ചമാങ്ങ എങ്ങനെ സൂക്ഷിക്കാൻ നോക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയൊന്ന് നല്ലപോലെ നല്ല കുട്ടപ്പന്മാരായിട്ട് ഒന്ന് പുരട്ടി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാങ്ങ അധികം പഴുത്ത് പോവാതെ കിട്ടും കേട്ടോ. ഇങ്ങനെ നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ ചെറിയ ചാക്കൊക്കെ ഇല്ലേ അതിനകത്ത്, ഇതുപോലെ വായുസഞ്ചാരമുള്ള ചാക്കായിരിക്കണേ, അതിനകത്തൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ മുന്തിരിങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ഉപ്പും ലേശം മഞ്ഞപ്പൊടിയിലും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കഴുകി എടുത്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ടേ. നമുക്ക് നമ്മുടെ കറികളിൽ തോരനൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിലേക്ക് ഉപ്പും പുളി അല്ല ഉപ്പ് എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ മുട്ട പുഴുങ്ങുമ്പോൾ ഒരു നുള്ളു വെളിച്ചെണ്ണയും ലേശം ഉപ്പും കൂടെ ചേർത്തൊന്ന് പുഴുങ്ങി നോക്കിയ മുട്ട പൊട്ടാതെ കിട്ടുകയും. അടുത്തതായിട്ട് നമ്മുടെ മത്തിയാണ്, കുഞ്ഞമത്തി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞമത്തി ഇങ്ങനെ പീര വെച്ചതും അതുപോലെ തന്നെ മാങ്ങയിട്ട് കറി വെച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അത് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ കല്ലുപ്പിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ലേശം നാരങ്ങാനീരും കൂടെ പിടിച്ച് വെച്ച് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഉളുമ്പൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കണ്ടെയ്നറിലാക്കി കൂടുതലുള്ളപ്പോൾ നമ്മുടെ മീനിൻ്റെ മുകളിലായിട്ട് വെള്ളം വരണം കേട്ടോ. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റുകയും. അടുത്തതായിട്ട് നമ്മുടെ മത്തി ഫ്രൈക്കുള്ള ഒരു സ്പെഷ്യൽ കൂട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പം മത്തിക്കുട്ടപ്പന്മാരെയൊക്കെ ഒന്ന് വരഞ്ഞെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് കാശ്മീരിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ഫിഷ് മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒഴിച്ചത് ഒരു ലേശം വെളിച്ചെണ്ണയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ലേശം അരിപ്പൊടി കേട്ടോ. ഈ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ടൊന്ന് വറുത്ത് നോക്കണം. നല്ല അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്തതായിട്ട് നമ്മുടെ കിഴങ്ങ് മുളച്ച് പോകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാട്ടോ. ഞാനിങ്ങനെ സൂക്ഷിക്കുന്നു. ഒരു കുഞ്ഞി ആപ്പിൾ അതിൽ വെച്ച് കൊടുക്കും. അടുത്തതായിട്ട് നമ്മുടെ ഉണക്കമീനാണ്. ഉണക്കമീൻ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തെ 2-3 പേപ്പർ കഷ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികമായിട്ടുള്ള ഉപ്പെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകും കേട്ടോ. ഇഡലി തട്ടിൽ ഇഡലി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ തട്ടൊന്ന് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആവികേറ്റി എടുക്കണം കേട്ടോ. ഇനി ആവികേറ്റ സമയമില്ലെന്നുണ്ടെങ്കിലും നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് നമ്മുടെ മാവ് കോരി വെച്ച് ഒന്ന് ഇഡലി ഉണ്ടാക്കി നോക്കിക്കേ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ നാരങ്ങ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നാരങ്ങ ഇതുപോലെയുള്ള നമ്മുടെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ നല്ല ഫ്രഷായിട്ടിരിക്കുകയും. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോൾ തന്നെ നമ്മുടെ വെള്ളം മാറി കൊടുക്കണം കേട്ടോ. വെള്ളം മാറി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ കേടാകും. പക്ഷെ നമ്മുടെ ആദ്യം കാണിച്ച പേപ്പർ മെത്തേഡാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ദിവസം നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. ഞാൻ 2 മെത്തേഡ് ചെയ്യാറുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചതേ. അടുത്തതായിട്ട് നമ്മുടെ ദോശമാവ് നമുക്ക് ഒരുപാടങ്ങ് പൊളിച്ചു പോയാൽ ദോശ തയ്യാറാക്കുന്ന സമയത്ത് ഒരു നുള്ളു പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. തയ്യാറാക്കുന്ന സമയത്ത് മാത്രമേ അത് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് ഇച്ചിരി വാടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തില്ലേ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ. നല്ല ഫ്രഷായിട്ട് തിരിച്ചു കിട്ടുവേ. മുട്ട ഓംലെറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു നുള്ള് പാലോ അല്ലെങ്കിൽ ഒരു നുള്ള് വെളിച്ചെണ്ണയോ, പാലിഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് വെളിച്ചെണ്ണയോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഓംലെറ്റ് തയ്യാറാക്കി നോക്കിയ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കുന്ന സമയത്ത് ലാസ്റ്റിലെ ലേശം തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തതായിട്ട് നമ്മുടെ മീനൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഞാൻ നമ്മുടെ വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഏത് മീനാണെന്നുണ്ടെങ്കിലും അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം. ഇതുപോലെ തന്നെ നമ്മൾ മീൻ വറുക്കാനൊക്കെ ഉള്ളതിന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മൾ വരഞ്ഞ് വെക്കുമ്പോഴാണ് നമ്മുടെ മീനിനകത്തോട്ട് നല്ലപോലെ മസാല കയറി കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ നമ്മുടെ മീൻ ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് മല്ലിയില സ്റ്റോർ ചെയ്യുന്നത് നോക്കാം കേട്ടോ. നല്ലപോലെ ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തണ്ടോടുകൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലും നമുക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലിയില നല്ല ഫ്രഷായിട്ട് ഇരിക്കും കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അടുത്തതായിട്ട് നമ്മൾ ദിവസം എടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്ത് വെക്കൂലേ, അതൊക്കെ എങ്ങനെ സൂക്ഷിക്കാൻ നോക്കാം. ഇതുപോലെ തന്നെ നമുക്കൊരു ബോക്സിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അരിഞ്ഞതെല്ലാം നമുക്ക് ആ ബോക്സിൽ എത്രയാണോ ഫുള്ള് കവർ ചെയ്യാനുള്ളത് അത്രയും നിറച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലിയില നല്ല ഫ്രഷായിട്ടിരിക്കും. ഈ 2 മെത്തേഡിൽ നമുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ടിപ്സുകളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.